ലിക്കറാണെന്ന് തോന്നൂ. പിന്നെ തോന്നില്ലേ? ഭയങ്കര കളറ് കൂടിപ്പോയി, കുറച്ച് തേയില ഇട്ടാ മതിയായിരുന്നു. ഏയ് കറക്റ്റ് അല്ലേ? അല്ലടാ സഞ്ജു. നീ 3000 രൂപ അപ്പച്ചിയുടെ വാങ്ങിച്ചില്ലായിരുന്നോ? ഞങ്ങളുടെ ഷെയർ അവിടെ. നിങ്ങളുടെ ഷെയറാ? ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിച്ചപ്പോഴേ അതിൽ കൂടുതൽ പൈസ എന്റെ കയ്യിൽ നിന്ന് പോയി. അതൊക്കെ നിങ്ങൾ വേണം ഇങ്ങോട്ട് തരാൻ. ഷെയർ ചോദിക്കുന്നു. എടാ പഴയ ലൈറ്റും സെറ്റപ്പും കൊണ്ടുവന്നിട്ട് നീ കുറെ ഉണ്ടാക്കിന്ന് പറയില്ലേ? അപ്പച്ചീനെ പറ്റിക്കണ പോലെ ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇടി 1000 രൂപ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അതങ്ങനെ പോയെ. ബാക്കി 2000 എന്റെ അതിൽ കൂടുതൽ പൈസ ചെലവായെന്ന്. വീട് നിനക്കൊക്കെ ഞാൻ ഇവിടെ എടുത്ത് തരാനാ പൈസ. ഞാൻ കണക്ക് തരാം. അപ്പൊ ഇങ്ങോട്ട് നിൽക്കണേ തന്നങ്ങ് തീർത്താൽ മതി രണ്ടും കൂടെ. മര്യാദക്ക് നീ തന്നോ? അല്ലെങ്കിൽ സഞ്ജു നിന്റെ പല്ലിടിച്ച് പൊട്ടിക്കും. എന്നാ നീയൊക്കെ എന്ത് വാങ്ങിച്ചെടുത്ത് എനിക്ക് കാണണല്ലോ. കാണണം. മനസ്സിലായി കോടി സഞ്ജേട്ടാ, നമ്മുടെ ഡാൻസ് ഒക്കെ റെഡി അല്ലേ? യോ നീ ഡാൻസ് കളിക്കണ്ട. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഡാൻസ് കളിക്കും. ഞാൻ ഡാൻസ് കളിച്ചാൽ നിങ്ങൾക്ക് എന്താ? എനിക്ക് നല്ല ഡാൻസിങ് സ്കിൽ ഉണ്ട്. എടാ ഞങ്ങള് വെള്ളം അടിച്ച പോലെയൊക്കെ അഭിനയിച്ചിട്ടായിരിക്കും കളിക്കുന്നേ. ഞാൻ നന്നായി അഭിനയിക്കലോ. എടാ നീ അവിടെ നിന്ന് ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്താ മതി. ആണല്ലേ? ഞാൻ ഡാൻസ് കളിക്കണം. നീ കളിച്ചോ. പക്ഷെ ഞങ്ങൾ ഈ ഒഴിച്ചു വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ ഗ്ലാസ്സില്, അതെടുത്ത് നീ കുടിക്കരുത്. അതെന്താ? അതായത് കട്ടൻ ചായ, പക്ഷെ എടുത്ത് കുടിക്കരുത്. അവസാനോ? പറ്റൂല. ഓക്കെ, ഞാൻ കുടിക്കൂല. അത് മതി, എനിക്ക് ഡാൻസ് കളിച്ചാ മതി. അല്ല, ഏത് പാട്ടാ നമ്മൾ എടുക്കണേ? ആ സമയത്ത് കാണാം. അല്ല, ഇതിന്റെ ഒക്കെ ചെലവ് എവിടെ? ഞാൻ വെച്ച സ്ക്രൂ ഡ്രൈവർ അവിടെ. ഞങ്ങൾക്ക് എങ്ങനെ അറിയാം നീ വെച്ച സ്ക്രൂ ഡ്രൈവർ എവിടെയാന്ന്? പിന്നെ ഈ കുപ്പി ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് അവിടെ കൊണ്ടുവെക്കാന്ന്. പിന്നെ ഞാൻ ഈ ലൈറ്റല്ലേ അവിടെ കൊണ്ടാക്കും. നീ അല്ലേടാ അതൊക്കെ ഒപ്പിച്ചേ. ഞങ്ങളുടെ തലമണ്ടേ കയറുന്നത് എന്തിനാ? എടി നിന്റെ കയ്യിലല്ലേടി ഞാൻ ആ മഞ്ഞ സാധനം കൊണ്ട് ഏൽപ്പിച്ച് തന്നത്. പിന്നെ നീയല്ലേ കൊണ്ട് എവിടെയും വെച്ചത്. പിന്നെ ഒന്ന് പറഞ്ഞതാ ഇതൊക്കെ സെറ്റ് ചെയ്യണം. അവിടെയാണ് പോയി നോക്ക്, ഞങ്ങൾക്ക് ഇത് ഒഴിക്കാണ്ട്. ഇത് ഒഴിക്കുന്ന ഇത്ര വലിയ പണിയാണോ കൃഷ്ണേ? അതിന് എടുത്തു തന്നേ ഒന്ന്. എടാ ഒരു കുപ്പി പോരാ, കുറെ കുപ്പി വേണം. എടി ഇത് ഇലക്ട്രിക്കൽ പണിയാണ്. മാറി കുത്തി ഇതെല്ലാം കത്തിപ്പോയാലോ. പിന്നെ എന്റെ കയ്യിൽ നിന്ന് പൈസ പോകണ്ടേ? നീയൊക്കെ ചോദിച്ചല്ലോ ഷെയർ വെച്ച് ഇങ്ങനെ മാറിയിരുന്നാ പോലെ. ഇതൊക്കെ പണിയെടുക്കാനും വേണം കുറച്ച് തലയും കുറച്ച് കാര്യങ്ങളൊക്കെ. ഷെയറിന്റെ കാര്യം നീ മിണ്ടരുത്. ഇപ്പൊ ഞങ്ങൾ നിന്നിട്ട് പനിക്കിടും. നീ ഇതൊക്കെ ഒഴിച്ചോണ്ട് വേണ്ട. ബാക്കി അവിടെ പണിയുണ്ട്. ചുമ്മാ ഇങ്ങനെ നിന്നാ പോരെ. അതന്നെ. എടാ പോടാ, ഇനി പോടി. കിടന്ന് ചലിച്ചോണ്ടിരിക്കാതെ. അവരവിടെ കുടിച്ചതായിട്ട് അഭിനയിക്കും, ഞാൻ ഇവിടെ കുടിച്ച് ജീവിക്കും. എന്താ ചോളിപ്പിച്ചേ? ഒന്നും ഒളിപ്പിച്ചില്ല. എന്തേ ഒന്ന് തിരിഞ്ഞേ. തിരിയാനത്തോടെ സ്റ്റിയറിംഗ് ഞാൻ. നിന്റെ മറ്റേ പരിപാടി എനിക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. എന്തോന്ന് മറ്റേ പരിപാടി? അത് അനിയത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അനിയത്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ വെറുതെ ഒന്നും അല്ല ചെയ്തത്. അവിടെ നിന്ന് പൈസ പിടിച്ച് മേടിച്ചിട്ടല്ലേ? പൈസ പിടിച്ച് മേടിച്ചൊന്നുമല്ല, അപ്പച്ചി എന്റെ കയ്യിലോട്ട് വെച്ച് തന്ന സന്തോഷത്തോടെ. എനിക്കും കൂടെ അതിൻ്റെ ഒരു ഷെയറിന് യോഗ്യതയുള്ളതാണ് കേട്ടാ. എന്തോന്ന് ഷെയർ? എന്റെ ബുദ്ധിക്ക് എനിക്ക് കിട്ടിയ കാശ് അത്. അതിന് അച്ഛനും ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും കുറച്ച് പൈസ തരണം. ആണോ? ആ, അങ്ങനെയാണെങ്കിലേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അമ്മ രജിസ്റ്ററിലെ എഴുതി കളിച്ചതും വെട്ടിയതും ഒക്കെ അച്ഛനാന്ന് എനിക്കറിയാം. തീരുമാനം നടത്തിയത് മൊത്തം. ഞാനത് അമ്മയോട് പോയി പറയട്ടാ. നീ പോടെ നീ ഷെയർ ഒന്നും തരണ്ട. നീ പോ. അല്ല പറയട്ടാ. എന്തോടെ നീ പോ. നീ ഷെയർ ഒന്നും തരണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഷെയർ കൊണ്ടും കാര്യോട്ട് വെച്ച് നമസ്കരിക്കാൻ പോവില്ലായിരുന്നു. ഓ പറയും ഞാൻ. നീ ചെല്ല് പോയെ. അങ്ങനെ തലയിടിച്ച് പൊട്ടിക്ക്. അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല. അച്ഛന്റെ കൂടെ ഞാൻ പോകുന്നുള്ളൂ. നടക്കും. ഒന്നിച്ചു കുപ്പിയൊക്കെ ഒളിപ്പിക്കുന്ന ഞാൻ കണ്ടു. കുപ്പി ഒളിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഒരു പീക്കിരി സാധനമല്ലേ ഞാൻ കണ്ടെടുത്ത് വെക്കുന്നത്. വട്ടുണ്ടോ തലക്ക്? എവിടെ കുപ്പി? എന്ത് കുപ്പി? ആരെവിടെ? സ്നേഹം കൊണ്ട് ഞാൻ പറയുക, നമ്മുടെ കയ്യിലൊരു ഫേക്ക് ബോട്ടിലുണ്ട്. എണ്ണം കൊണ്ട് ഇനി മിക്സ് ആയപ്പോ ലാസ്റ്റ് ഇവിടെ മൊത്തം അലവും വെള്ളമൊന്നും ആവല്ലേ. ആ പുണ്യൊക്കെ ഉള്ളതാണ്. നീ അടി തുടങ്ങിയ? ഞാൻ അടിയാൻ തുടങ്ങിയൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. അല്ല ഇനി ലാസ്റ്റ് ഇനി അച്ഛനും അമ്മയും കൂടെ അച്ഛന്റെ നടത്തുകൂടെ അടിയന്തരം. പിന്നെ ബോട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്?
അത് കാണിക്കാൻ അപ്പച്ചിക്ക് വേണ്ടി ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി നമ്മളൊരു ചായ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ബോട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ അച്ഛന്റെ ഈ എന്താന്ന് വെച്ചാൽ ഏതോ ഒരു കൂടെ ബ്രാൻഡും കൂടെ മിക്സ് ആയി പോകലെന്ന് പറഞ്ഞേ. നീ എങ്ങാനും വെള്ളം അടിച്ചെന്ന് പറഞ്ഞു അതിനും എന്ത് വിഷയമായിരുന്നു? ഞാൻ വെള്ളം അടിക്കാറൊന്നും ഇല്ല കേട്ടാ. ഇനി എന്റെ വീട്ടിലേക്ക് കിട്ടോ? എനിക്കിതിനെ സംശയമുണ്ട്. ഞാൻ എന്ന് സ്നേഹം കൊണ്ടൊന്ന് പറയാൻ വേണ്ടി വന്നേ, അല്ല ഒന്നും. ഉറപ്പാണോ? നാലിപ്പോം കേട്ടാ. നീ ചെല്ല്. നാറ്റിക്കാതിരുന്നാ മതി, ഞങ്ങളുടെ പ്ലാനൊക്കെ സെറ്റാ. എന്നാ ചെല്ല്. അമ്മ കുറച്ച് എയർ വിട്, ബോഡി ലൂസാക്കി വിടമ്മ. അങ്ങനെയല്ല, മറ്റേ ആ വടി കാണണം. ആണ്ടാ എന്നിട്ട് ചാരുന്നേ. ചിരിക്കി, ഇങ്ങോട്ട് നോക്കി ചിരിക്കി. നീ എന്തിനാടി ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കുന്ന? എനിക്കിത് പ്രൊഫൈൽ പിക്ക് ഇടാനാ. അതിന് വല്ല പച്ചപ്പൊക്കെ ഉള്ളടത്ത് നിർത്തി ഫോട്ടോ എടുക്കണ്ടേ, എന്നാലല്ലേ ഭംഗി വരുള്ളൂ. അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു? ഈ കാറ്. അപ്പൊ ഈ കാറിന്റെ മുന്നിൽ നിന്നിട്ട് അമ്മയുടെ ഫോട്ടോ എടുക്കണം. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷാവും. ചിരിക്കി, പല്ലാട്ടി ചിരിക്കി. അമ്മ, അച്ഛന്റെ സ്വർണ്ണപ്പല്ലില്ലേ, അതെവിടെ വെച്ചിരിക്കണേ? അതിന്റെ ഫോട്ടോ കാണിച്ചു എനിക്ക്. അതെന്തിനാ? പ്രൊഫൈൽ പിക്ചർ ഇടാനാ? അതിനല്ല, ഇടക്കിടക്ക് നോക്കാലോ അച്ഛന്റെ ഓർമ്മക്ക്. അത് നീ കാണണ്ട. എന്റെ കണ്ണടയുന്നിടം വരെ ഈ സ്വർണ്ണപ്പിൽ ആരും കാണാൻ പോകുന്നില്ല. ഈ കണ്ണപ്പടയാനാണാവോ? നീ വല്ലതും പറഞ്ഞോടി. അമ്മയ്ക്ക് ആയുസ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതാ. എടുക്കട്ടെ? എടുത്തോ. എങ്ങനെ കേൾക്കണം? ആ സൈഡ് ഇരുന്നില്ലേ, ഇനി ഈ സൈഡ്. അമ്മ ഇങ്ങനെ നിക്കല്ലേ, പിന്നെങ്ങനെ? കുറച്ച് അങ്ങനെ നിൽക്കുക. അതന്നെ. ക്യാമറ നോക്കണോ? ആ ക്യാമറ നോക്കിക്കോ. ഈ ചീസ് എന്ന് പറഞ്ഞാൽ മതി. ചീസ്. ക്ലിക്ക്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫോട്ടോ ആണോടി? ഓക്കെ, കൊള്ളല്ലേ? പിന്നെ കാറിന്റെ ബാക്ക് ഫ്രണ്ട് കിട്ടണ്ട, വടി കിട്ടണം. അത് കിട്ടിക്കോ കിട്ടിക്കോ, അതൊക്കെ എനിക്കിഷ്ടാ. താഴെ നിൽക്കട്ടെ? താഴെ നിർത്തൂ. അപ്പൊ നമുക്കൊരു ഭീമാകാരത്വം തോന്നും. ഞാൻ കലക്കും. സെൽഫി എടുത്താലോ? എടുത്തോ. ഇത് എന്റെ അമ്മ എന്ന് പറഞ്ഞ ക്യാപ്ഷൻ കൊടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. DP-യും ഇടും, പ്രൊഫൈൽ പിക്ക് ഇടും. 2-3 സ്ഥലത്ത് ഇടും. ഈ കാറ് വരണം. കാറിടും. ഓ എന്റെ മോള്. ഉരുളട്ടങ്ങനെ ഉരുളട്ടെ, ഗ്യാസ് കുറ്റി ഉരുളട്ടെ. എന്തുവാണ് ഇത്? ഗ്യാസ് ഉരുട്ടിക്കൊണ്ട് വരണേ? അല്ലാതെ ഇത് ഗ്യാസ് കൊണ്ട് നടത്തി വരണ. വേണ്ട, നീ തോളത്തിട്ടിട്ട് ഇങ്ങനെ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞ നമുക്ക്. അപ്പച്ചി തോലത്തിട്ടോ ചെറുക്ക. ഇവിടെ തന്നെ മറ്റുള്ളവർ പറയണ പോലെ നീ എന്റെ മെക്കിട്ടേറാൻ വന്നണ്ടല്ല, സ്വഭാവം മാറും. നിർത്തടാ. ഇത് എവിടുന്ന് കൊണ്ടിരുന്ന? അമ്മ ഇവിടുത്തെ ഗ്യാസ് തീർന്നു പോയി. പുഷ്പ ഉടനെ ഇവിടുന്ന് ഫോൺ ചെയ്ത് മറ്റേ ഗീതയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതാ. ആ കൂടത്ര ഗീതയുടെയോ? എത്ര ഗീത അറിയാം അമ്മയ്ക്ക്? നീ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉരുട്ടിയ പോലെ തിരിച്ചുരുട്ടിക്കോ. ഉരുട്ട്. എന്നാ അമ്മ ഈ പറയുന്നത്? അമ്മ ഗ്യാസ് തീർന്നു പോയി. ഇനി ബുക്ക് ചെയ്ത് പുതിയത് കിട്ടണമെങ്കിൽ ഒരാഴ്ച എടുക്കും. അതുവരെ പട്ടിണി കിടക്കാൻ പറ്റുമോ?
അയ്യോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ കുടിക്കാനുള്ളതാ. എടി കൊച്ചെ, ആ കൂടോത്രം ഇത് ഇതിനകത്ത് വല്ല കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിലോ? നമ്മൾ അതൊന്നും കത്തിച്ചാ അതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചാലോ? അമ്മ നമുക്കെന്നാ പുറത്ത് അടുപ്പ് കൂട്ടി പാചകം ചെയ്താലോ? ആ അതാണ് ഐഡിയ. നിങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു പോയി വറവ് വെച്ച് കത്തിച്ചോ. ഞാൻ ഇതുകൊണ്ട് അടുക്കളയിൽ കൊടുക്കാൻ പോവാ. ഇല്ലെങ്കിലേ അവൾ എന്നെ പഞ്ഞിക്കിടും. പാടാ പിടിയടാ ഉരുട്ടടാ. അമ്മ ഗീത കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിലേ വീട്ടിലെല്ലാവർക്കും പണി കിട്ടൂലേ? എടി നിന്റെ നാത്തോനെ നിനക്കിട്ടും എനിക്കിട്ടും മാത്രം പണിതരാൻ കൊണ്ടുവന്നാ. ചേച്ചി എനിക്ക് എന്തിട്ട് പണിയാൻ? എടി നിന്റെ മോള് PSC പഠിക്കുമല്ലേ, അവള് നോക്കാൻ വേണ്ടി അവൾക്ക് കൂടോത്രം ചെയ്യാലോ. അങ്ങനെയൊക്കെ ചെയ്യൂ? അവളല്ലേ ആള്, അവൾ അതും ചെയ്യും, എൻ്റെ അപ്പുറം ചെയ്യും. അമ്പടി ചേച്ചി, ആ അവൾ അങ്ങനത്തെ സാധനമാ. നമുക്കെന്നാലേ അടുപ്പത്തിട്ട് തന്നെ പൊരിക്കാമേ. അത് മതി. അല്ല അടുപ്പ് കത്തിക്കണ്ടേ? എന്നാ നീ പോയി കത്തിക്കടി. അല്ല ഞാൻ അടുപ്പ് കൂത്തില്ല, മുഖം കേടാവുമേ. നീയല്ലേ പറഞ്ഞ അടുപ്പ് കത്തിക്കാം, അടുപ്പത്ത് ഉണ്ടാക്കാന്നൊക്കെ നീ പറഞ്ഞിട്ട് ഇപ്പൊ നീ കത്തിക്കത്തില്ല. എനിക്ക് പറ്റില്ല. ഇതിപ്പോ ഐഡിയ ഇപ്പം നമ്മുടെ ആയി പോയില്ല. എന്നാ നീ വല്ല കടയിൽ പോയി തിന്നി, ഞാൻ വേണം. അല്ല അമ്മ ഊതോ, ഞാൻ പാത്രം കഴുകി തരാം. നീ എന്നെ അങ്ങനെ ഊതിക്കണ്ട കേട്ടോ. പോയി പറിക്കി കൊണ്ടുവന്ന് കത്തിക്കോ തിന്നോ ഉപയോഗിക്കോ എന്തെങ്കിലും ചെയ്തു എന്നെ വിട്ട്. എന്റെ മുഖൊക്കെ കരിഞ്ഞു പോവും അമ്മ, കോംപ്ലക്ഷൻ പോവും. നീ നിന്റെ കാര്യം നോക്കി പോവണേ. എനിക്ക് അടുപ്പിൽ കിടന്ന് ഊതാനൊന്നും പറ്റില്ല. എന്റെ കാര്യം നോക്കി പോവാ. പോ മാറ്. ശരിക്കും അടിച്ചു വരും. അങ്ങനെയല്ല, ഈ ചൂലിന് വേദനയൊന്നും എടുക്കത്തില്ല. അതിന് എന്ത് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഓളത്തിലും താളത്തിലും ചെയ്യാൻ പഠിക്കണം. ഇതാ ഇതൊക്കെ ഇങ്ങനെ ടൈറ്റ് ആണോന്ന് ആദ്യം ശ്രദ്ധിക്കണം, അല്ലെ ഇതെല്ലാം ഊരി അങ്ങ് താഴെ വീഴും. എന്നിട്ട് ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് അടിച്ചെടുക്കണം. ചെയ്തേ ഒന്നുകൂടി ചെയ്തേ. അയ്യടാ ഗെയിമിങ് ചെയ്യടേ. 2 കൈയോടും അല്ല, 1 കൈയോട് അടിച്ചു വാര്. ഇതുപോലെ ഇങ്ങനെ ശക്തമായിട്ട് ചെയ്. ഇതൊക്കെ എന്നെ കൊണ്ട് മാത്രം കൈയൊന്നും ഇങ്ങനെയൊന്നും വെക്കണ്ട. പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ചെയ്തേ അവിടെ നീ അതൊക്കെ അടിച്ചെടുത്തേ. മുട്ടിനൊന്നും കൈയൊന്നും വെക്കണ്ട. എന്തോ അമ്മ അമ്മേ, ഞാൻ അമ്മയെ പൂമുഖത്ത് പ്രതീക്ഷിച്ചു. എന്ത് മുഖത്ത്? എടി പൂമുഖം, അതായത് വരാന്ത. അമ്മ ഇങ്ങോട്ട് വന്നേ. അയ്യോ മോനെ, ഞാൻ കുളിച്ചിട്ടില്ല. അത് സാരമില്ല അമ്മേ, അമ്മയുടെ മനസ്സിന് ശുദ്ധിയില്ല, അതൊക്കെ തന്നെ ധാരാളം. എനിക്കും കൂടി. നീ കുളിച്ചിട്ട് 3 ദിവസമായില്ലേ, പിന്നെ മനസ്സിന് വലിയ ശുദ്ധിയില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് വേണ്ട. അമ്മയ്ക്ക് ഇവളെയും കൂടെ ഒന്ന് പറഞ്ഞ് നന്നാക്കിക്കൂടെ, എന്നെ നന്നാക്കിയ പോലെ. കൃഷ്ണേ, നീ ഇതൊന്നും അറിഞ്ഞില്ല? ഇന്നലെ രാത്രി അമ്മ എന്നെ ഉപദേശിച്ചു. ഞാൻ പുലർച്ചെ പോയി അമ്മേ നിർമ്മാല്യം തൊഴാൻ. അതിനുശേഷം ഞാൻ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. എന്നാ ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ അമ്മേ. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ ഒരു ത്വര ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അമ്മേ മഹാമായി. ശരി. ഇപ്പം വല്ല മലയാള സാഹിത്യ ക്ലാസ്സിലും പോയോ? അതൊന്നല്ല, ഞാൻ ഉപദേശിച്ചിട്ട് അവൻ നന്നായതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി സോഫയുടെ മേളിൽ കാലി കെട്ടി വെക്കരുതെന്ന്? അപ്പച്ചി കാലി കയറ്റി വെക്കാറുണ്ടല്ലോ. അപ്പൊ അച്ഛമ്മ ഒന്നും പറയാൻ കേൾക്കാറില്ലല്ലോ. ഞാനെവിടെ കാര്യമായിട്ട് വെച്ച്? അവള് ചെയ്യുന്നവളൊക്കെ നീ ചെയ്യുവോ? ആ ചെയ്യും. എന്നാ അവൾ എനിക്ക് കുറെ പൈസ ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട്. നീ എനിക്ക് തരുവോ? എന്തോ കളിക്കുന്നേ? അപ്പച്ചി അച്ഛമ്മയ്ക്ക് പൈസ ഒന്നും തരാറില്ല എന്ന് എനിക്കറിയാം. അച്ഛമ്മ പക്ഷെ അപ്പച്ചിക്ക് പൈസ കൊടുക്കാറുണ്ടെന്നും എനിക്കറിയാം. എന്റെ അമ്മയല്ലേ, എന്റെ അമ്മ എനിക്ക് പൈസ തരുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ കൊച്ചുമോളല്ലേ, എനിക്കും കുറച്ച് പൈസ തരട്ടെ. എന്റെ കൊച്ചുമോളായണ്ടേ നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ ചില വഴി പറഞ്ഞു തരട്ടെ? വേണ്ട, എനിക്കറിയാം അച്ഛമ്മ എന്താ പറയാൻ പോണേന്ന്. അമ്മ മറ്റേ പിള്ളേരെ പോലെ അല്ല, അവൾക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്. ആ എനിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് അച്ഛമ്മ എനിക്ക് കാനഡയിൽ പോകാനുള്ള പൈസ തരാന്ന് പറഞ്ഞത്. കാനഡ പോവാൻ ഞാൻ പൈസ തരാന്ന് പറഞ്ഞു? എപ്പോ പറഞ്ഞു? അച്ഛമ്മ ഇപ്പൊ തന്നെയല്ലേ പറഞ്ഞേ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞുതരാന്ന്. അത് ഇതല്ലേ? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആ ചിളങ്ങക്ക് ബുദ്ധിയില്ല. അപ്പച്ചിക്കാണ് ബുദ്ധിയില്ലാത്ത. ഡേ ഇനി മേലിൽ ആ കാല് സെറ്റിയെ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, കാല് ഞാൻ തല്ലി ഓടിക്കും. കണ്ടോ അഹങ്കാരം പിടിച്ച സാധനം. എന്താ കാരണം ഇത്? അമ്മ വീട്ടിലാരാ? ഇറക്കടി കാല്.
ഇറക്കി വെക്കാൻ. ഇതെന്തു കൂത്ത് ഞാൻ എന്റെ കാലിവിടെ ഇരുന്നോണ്ട് അച്ഛമ്മയ്ക്ക് എന്താണ്? അത് വേണ്ടെന്നേ. അങ്ങനെ ആരും സെറ്റിയെ കാല് കയറ്റി വെക്കണ്ട. ഞാനൊന്ന് നെയിൽ പോളിഷ് ഇടണല്ലേ ഉള്ളൂ. ഓ, നെയിൽ പോളിഷ് ഇടാൻ അതിന്റെ മണ്ട കയറ്റി വെച്ചോട്ടെ നെയിൽ പോളിഷ് ഇടാവുള്ളോ? നിനക്ക് ഇവിടേക്ക് താഴോട്ടൊക്കെ വെച്ചിട്ട് കുഞ്ഞിടാലോ, വേറൊന്നുമില്ലല്ലോ. ഇത്ര പ്രായമായില്ലേ, നിനക്കൊന്ന് അനുസരിച്ചൂടെ? ഒന്ന് കാലിറക്കിട്ടൂടെ നിനക്ക്? സന്തോഷായോ? ഓ ചെല്ലു. ഉണ്ടോ? എന്നെ പേടിയുണ്ട്. ആ ഞാനാരാ പറഞ്ഞ അനുസരിപ്പിക്കും. അമ്മ മോള് കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിക്ക. ഇന്നാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. അമ്മ എന്നെ ഉപദേശിച്ചു. അപ്പോൾ മുതൽ എൻ്റെ മനസ്സ് അചഞ്ചലമാണ്. നാളെ എന്തും സംഭവിക്കാം. നാളെ മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. ആ അച്ഛ, നീ എന്തുവാടേ നാടകത്തിന് തിരക്കഥ എഴുതുന്ന? നാടകം എഴുതല്ലച്ചാ, ഞാൻ ഡയറി എഴുതുമായിരുന്നു. ഡയറി ഇപ്പോഴാണ് എഴുതുന്നത്? രാത്രിയിലല്ലേ? അല്ല, ഇത് ഇന്നലത്തെ ഡയറി ഞാൻ ഇന്ന് എഴുതുമായിരുന്നു. ഓ അത് ശരി. നിന്റെ ഡയറി നിന്നെ പോലെ തന്നെ തലതിരിഞ്ഞതാ അല്ലേ? അച്ഛ, ഇന്നലെ വരെ ഞാൻ ഒരു തലതിരിഞ്ഞവനായിരിക്കാം, പക്ഷെ ഇന്ന് മുതൽ ഞാനൊരു ഉത്തമനായ പുത്രനാണ്. ഈ ഉത്തമനായ പുത്രനെ ഇന്നലെ രാത്രി എൻ്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ നിന്നൊരു 200 രൂപ അടിച്ചു മാറ്റിയില്ലേ? ഓർമ്മയുണ്ടോ? അച്ഛ, അതൊക്കെ ഇന്നലത്തെ കാര്യമല്ലേ. ഇന്ന് മുതൽ ഞാനൊരു മാറിയ മനുഷ്യനാണ്. നാളെയാകുമ്പോൾ നീ ഇന്നത്തെ നിന്ന് മാറിയ മനുഷ്യനാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ആ 200 രൂപ തിരിച്ചു തന്നേക്ക്. ഇതാണ് ഞാൻ പറയുന്നത്. ഒരാൾ മാറണമെന്ന് മനസ്സ് വെക്കുമ്പോൾ അയാൾ മാത്രം വിചാരിച്ചാൽ പോരാ, കൂടെ ഉള്ളവർ കൂടി അതിന് സപ്പോർട്ട് ചെയ്യണം. എനിക്കതാണ് ഇവിടെ നിന്ന് ലഭിക്കാത്തത്. എന്തൊരു കഷ്ടപ്പാട്. എടാ നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. അച്ഛൻ ഇപ്പൊ എന്ത് വേണം? ആ പൈസ വേണം, ഞാൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് തരാം. അതാണ് കഥ. എവിടുന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് തരാം. എന്തോ മാറ്റമാടാ നിനക്കുണ്ട്. അടിച്ചു മാറ്റിക്കൊണ്ട് തരാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എവിടെ നിന്നെങ്കിലും അച്ഛനെ കൊണ്ട് തന്നോളാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓ, ആ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റാതെ ആ 200 രൂപ ഇങ്ങ് തരൂ. തന്നോളാം. തരണം. ഇല്ലെങ്കിൽ എന്നൊരു തലയാടിച്ച് പൊട്ടിക്കും. അവിടെ അടുക്കള വെച്ച് അച്ഛമ്മ അമ്മ നല്ല ഉടുക്കത്തെ പഴക്കില്ല. ഇവരെന്തിനാ അടുക്കള കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? എന്നോ ഗ്യാസ് കുറ്റീന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വാ 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 വാ. പൈസ തന്നേക്കണം കേട്ടാ. ഞാൻ അവിടെ സോൾവ് ചെയ്തിട്ട് വരാം. അച്ഛാ വാ. ആ വരുന്നു. എന്താണേ വട്ടായി പോയെന്ന് തോന്നി. ആ, ഇനി ഇന്നത്തെ ഡയറി എഴുതി തുടങ്ങാം. എന്ത് നീചനാണ് എൻ്റെ അച്ഛൻ. ഭൂതകാലത്തിൽ നിന്നുമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ തെറ്റിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞാൻ ഒരു പുതിയ മനുഷ്യനാണ്. ക്ഷമ ആണ് എൻ്റെ ഏറ്റവും വലിയ ആയുധം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത ആ വാക്ക് ഒരു കാലത്തും ഞാൻ തെറ്റിക്കില്ല. അച്ഛനാണത്രേ അച്ഛൻ.